പറഞ്ഞിട്ട് പറഞ്ഞത് ഡയറക്ടർ ഓണത്തിന് 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കണ ഇത്. അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും, ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തോ ആയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം അവിടെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന. കലൈ സിംഗം സിംഗം അവിടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ സ്വഭാവം തന്നെയാണ് ക്യാരക്ടർ. പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ട്രെയിലറല്ല ഡബിങ് പോയ സമയത്തും ഞാൻ കണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓണമില്ലയാ, ഓണം ഫെസ്റ്റിവലിൽ നമ്മൾ ഒരു പടം കാണാൻ കയറുമ്പോൾ ഓരോ ഫ്രെയിമിലും ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഹമ്പിളായിട്ട് പറഞ്ഞു, ചെറിയ പടം ഒന്നുമില്ല കേട്ടോ, കോടികൾ മുടക്കിയിട്ടുണ്ട്. എനിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ചുമ്മാ പറഞ്ഞതാ. ഐ റിയലി അപ്രീഷിയേറ്റ് ഇൻ അബാം മൂവീസ്. എനിക്കും നിങ്ങൾ ആർട്ടിസ്റ്റ് ഒരു പടം എടുക്കുമ്പോൾ ഓരോ ഫ്രെയിമിലും അതിൻ്റെ റിച്ച്നെസ് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഫെസ്റ്റിവൽ മൂവി. വരുന്ന ഓഡിയൻസിന് അത് ഭയങ്കര ഒരു ബഹളമായിരിക്കും, സന്തോഷമായിരിക്കും. ആൻഡ് അഫ്കോഴ്സ് റഹ്മാനിക്ക അവിടെ ഉണ്ട്. എടുത്തു പറയണമെങ്കിൽ ഞങ്ങളൊരു പടം ചെയ്തു കേട്ടോ. ഐ തിങ്ക് 16 വർഷം മുമ്പ്. 16 വർഷം ശേഷം പിന്നെയും ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്. ഒരു മാറ്റമില്ല, അതേപോലെ. എല്ലാവരും ചോദിക്കാണ് എങ്ങനെ ഈ സീക്രട്ട്. എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും 3 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഇവിടെ വെച്ച് ദുബായിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, ഓർമ്മ. അത് മാത്രമല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹം, അപ്പൊ ഞാൻ മമത ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടി ഒരു ജിമ്മൊക്കെ റെഡിയാക്കി കൊടുത്തു. സോ ഒരു ആർട്ടിസ്റ്റായിട്ട് പുറയില് ഇവരൊക്കെ ചെയ്യുന്ന ഡെഡിക്കേഷൻ, എക്സസൈസ്, ഡയറ്റിംഗ് ഒന്നും നിങ്ങളുടെ മീഡിയയിൽ പുറത്തു പറയില്ല. പക്ഷെ പടത്തിൽ കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാം. ഹി ഈസ് ലുക്കിംഗ് സോ യങ് ആൻഡ് എനർജറ്റിക്. അത് ആക്ഷൻ സീക്വൻസ് ആവട്ടെ, റൊമാൻസ് ആവട്ടെ, ഡാൻസ് ആവട്ടെ, അതേക്ക് തന്നെ എപ്പോഴും. ആൻഡ് വേറെന്താ പറയുക, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ്, പക്ഷേ പവർഫുൾ ആയിരിക്കും. പിന്നെ ഇക്ക പറഞ്ഞു കോൺട്രവേഴ്സി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, പോകണം, നല്ല ഒരു പടമാണ്. അഫ്കോഴ്സ് ഞാനും ഇക്കാവും പ്രൊഡ്യൂസറും എല്ലാവരും വന്നിരിക്കുന്നത് ബാഡ് ബോയ്സ് പടത്തോടെ പ്രൊമോഷന് വേണ്ടി. പക്ഷെ ടിനി ടൗൺ ആ ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത്. ഏത് കോൺട്രവേഴ്സി ആണെങ്കിലും ടിനി ടൗൺ എടുത്ത് മുഖം നോക്കി ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറയാം. ഏത് കമ്മിറ്റി ആയാലും പുള്ളി ഒന്നും പേടിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ തുടങ്ങാം കേട്ടോ. അപ്പൊ എന്തിനും തയ്യാറായ ടിനി ടോം ആണോ? ഞാൻ മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ബാക്കിയുണ്ടായിരുന്നത് റഹ്മാൻ സാറായിരുന്നു. സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ, റഹ്മാൻ സാർ, അങ്ങനെ 3 പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാം മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഒമർ ലുലുവിന് അതുപോലെ തന്നെ. ഇത് ഞാൻ അബാമിന്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ ഷീ ടാക്സി ആയിരുന്നു. അതിനുശേഷം പുത്തൻ പണം മമ്മൂക്കയുടെ പടത്തിലുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് ഇപ്പോൾ ഈ ബാഡ് ബോയ്സ് ആണ്. ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവര് 4 പേരാണ്. ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ്. അപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന്. ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റ് ആയിരിക്കും. ബാലയുടെ നാവ് പൊന്നാവട്ടെ. കുറെ കാലമായി ഞങ്ങളൊരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും. എഴുതി വെച്ചോളൂ. നാളെ കേരളത്തിന്റെ ജനങ്ങള് ഓണം ആഘോഷിക്കുന്നത് ബാഡ് ബോയ്സിലൂടെ ആയിരിക്കും. എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം. ഓരോ ദിവസം ഓരോ ചോയ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ഓണം. നമസ്കാരം. ഒരുപാട് സന്തോഷം. ചെറിയ കോൾഡാണ്. ഒരുപാട് അറിഞ്ഞ മുഖങ്ങൾ, അറിയാത്ത മുഖങ്ങൾ, ഒരുപാട് മീഡിയ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സോറി. നമ്മളങ്ങനെ റഹ്മാനിക്കനെ നമ്മൾ ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സംഭവമാണ് അത്. ഒമർക്ക് നല്ല രീതിയിൽ
കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം റഹ്മാനിക്കാൻ അങ്ങനെ കളർഫുൾ ആയിട്ട് കാണാൻ. അപ്പോൾ അത് അബാ മൂവീസ് നല്ല രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഓണത്തിന് വരുന്നു. ഓണത്തിന് വരുന്ന എല്ലാ സിനിമകളുടെ കൂടെ നമ്മുടെ എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഞാൻ എല്ലാവരും പറയുന്നു. അല്ല, എനിക്ക് എൻ്റെ പരിപാടിയെ പറ്റി ഉപരിയായിട്ട് സിനിമയിൽ നല്ല രീതിയിൽ ചിരിക്കാനും നല്ല ഡാൻസും നല്ല പാട്ടും നല്ല ഫൈറ്റും ഒക്കെ ഉള്ളൊരു എല്ലാം കൂടി ചേരുവ അല്ലെങ്കിൽ ഒരു നല്ലൊരു മസാല ഫിലിമാണ് ബാഡ് ബോയ്സ് എന്ന് പറയാനുള്ളൂ. അതിൽ നിങ്ങൾ ബാക്കി പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ ഈച്ച് ആൻഡ് എവരി വണ്ണിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളാണ്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് നമുക്ക് കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങളോടൊപ്പം ഒറ്റ സിനിമയിൽ തന്നെ ആ ഒരുപാട് താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ബാബു ആന്റണി ചേട്ടൻ, റഹ്മാനിക്ക, ശങ്കർ സാറ്, ഭീമൻ ടെക്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അതുപോലെ അങ്ങനെ നമ്മുടെ ഡയറക്ടർ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം ഈ സിനിമയിലൂടെ കിട്ടി. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടറാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, റഹ്മാനിക്ക നമ്മള് പണ്ട് കണ്ട പോലത്തെ അങ്ങനത്തെ ഒരു കോളേജ് കുമാരൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. പുള്ളിയും കോമഡിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ത്രൂ ഔട്ട് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയായിരിക്കും ഇത്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ കാരണം കുറച്ച് ലേറ്റ് ആയി. ഇന്ന് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് നേരെ വൈകിപ്പോയി. അതുകൊണ്ടാണ് സോറി. ചോദിക്ക്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. ബാഡ് ബോയ്സ് പറ്റി പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെ, ഇതിൻ്റെ കഥാപാത്രം, മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ, ഈ സിനിമയുടെ എന്താ പറയുക ഹൈപ്പ്, ഇതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കാർക്കും ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം, കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും. പക്ഷെ എനിക്കിതൊരു വലിയ ചേഞ്ച്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. 3-4 തവണ ഉമറിൻ്റെ അടുത്ത് വന്നു പല ലൊക്കേഷനും ഈ കഥ പറയുകയും ഇതിൻ്റെ ഒപ്പം നമ്മുടെ സാരംഗ് ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസിൽ മിമിക്രി ഒക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത്. ഇതൊക്കെ കേക്ക് എനിക്ക് ഭയങ്കര അന്ന് ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു. സിനിമ കഥ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഈ കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് എങ്ങനെ ഉമ്മറ വന്നത്, നിങ്ങൾ എന്നെ എന്താ കണ്ടത്, ഞാനൊരു കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പുള്ളി തന്നെ ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം. ഇത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആണ് ഞാൻ ഇന്ന് ബാഡ് ബോയ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കൂ, ബാക്കിയുള്ള ആക്ടേഴ്സിനും. അപ്പോൾ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതിൽ. ആൻഡ് ഈ പടം നമ്മളിത് ഡിസ്കഷന്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെയും ഒമറുടെയും ആഗ്രഹമായിരുന്നു ഇത് ഓണം റിലീസ് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്കും ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓണത്തിനൊരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, പക്ഷെ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ അബാ മൂവീസ്, എബ്രഹാം മാത്യൂസ്, ശ്രീകോയുടെ ഞങ്ങൾക്ക് ഒപ്പം സഹകരിച്ചുകൊണ്ട് ഈ പടത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ റൂമിൽ ഇരുന്നിട്ട് മാത്യു സാർ എൻ്റെ അടുത്ത് എന്ത് വന്നാലും ഞാൻ ഇത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കും റഹ്മാൻ, ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട,
ഈ പടം ചെയ്യാനും പുള്ളി എനിക്ക് ധൈര്യം തന്ന ആളാണ്, സത്യം. താങ്ക് യു ഇബ്രാഹിം, താങ്ക് യു സോ മച്ച്. മൊമ്മറടുത്ത് ഞാൻ നന്ദി പറഞ്ഞില്ല. മൊമ്മറെ ഞാൻ കാണുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ബ്രദർ സ്ഥാനത്ത്. ചേട്ടന് അനിയനെ പോലെ ചേട്ടൻ. ഓക്കെ ചേട്ടൻ. സോ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ടാഗ് ലൈനിൽ തന്നെ കാണുന്നുണ്ട്, ഒമർ ഫൺ ഫിലിം. അതായത് ഇറ്റ്സ് എ വെരി കൂൾ, ടേക്ക് ഇറ്റ് ഈസി കൈൻഡ് ഓഫ് ഫിലിമാണ്, ഫീൽ ഗുഡ് ഫിലിമാണ്, ഒരുപാട് ചിരിക്കാൻ. അതായത് ഇതിൻ്റെ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. പക്ഷെ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ നല്ല എമോഷൻസ് ഉണ്ട്, നല്ലൊരു കഥ, ഒരു ലൈൻ പോകുന്നുണ്ട്, സ്റ്റോറി ലൈൻ, അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഡാൻസും ഉണ്ട്. സോ ഓണത്തിന് വേണ്ട, ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ സിനിമയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒമർ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാർ അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു വലിയ സ്കെയിലിൽ എത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല. ഇത് സത്യമാണ്. ഞാൻ ഇങ്ങനെ വരുന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻ. സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് ഇതിന്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. ആൻഡ് താങ്ക് യു ഒമർ. ഈ വേദിയിലാണെങ്കിലും ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതൊരു വൺ മാൻ ഷോ കളിയൊന്നുമല്ല. ഇതിൽ ഒരുപാട് നടന്മാരുകളുണ്ട്. ആൻഡ് എല്ലാവരും ഇതിൽ ഹീറോ തന്നെയാണ്, എല്ലാവരും ബാഡ് ബോയ്സ് ആണ്. ഇതിൽ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ. ആൻഡ് എനിക്ക് ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. താങ്ക് യു ബിബിൻ, താങ്ക് യു പോൾ, താങ്ക് യു ടിനി, താങ്ക് യു ബാല, താങ്ക് യു സെന്തിൽ, താങ്ക് യു ഷീലു. സാറിന്റെ ഞാൻ ഈ കഥ പറഞ്ഞ് അപ്പൊ സാർ ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് സാറ് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് പറ്റും, കാരണം എനിക്ക് ആ ഒരു വിഷയം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്തത് കോമഡി അല്ലെങ്കിൽ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഒരു പടം 2 പടം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തരും, ഇയാൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ആറിനെ ഇൻജെക്ട് ചെയ്ത് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സാറ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാറിന് തന്നെ അപ്പൊ ഇത് ശരിക്കും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നില് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് ഇന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് കൂടി വരും ഇതുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ശ്രമമാണ്, എന്നെ സ്റ്റാമ്പ് ചെയ്തെന്ന് പൊളിച്ച് മാറ്റാനുള്ള എന്റെ ഒരു ശ്രമമാണ് ഈ സിനിമ. അതിന് എന്റെ കൂടെ നിന്ന് റഹ്മാൻ സാർ, പ്രൊഡ്യൂസർ അബ്രഹാം സാർ, ഷീലു, എല്ലാവരും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എന്താ പറയാ അത്രയും ഇതിലാ പറയണത്. പിന്നെ എങ്ങനെ വന്നാലും ബോറടിക്കില്ല, പക്ക ഒരു എന്റർടൈനർ ആയിട്ടാണ് ഞങ്ങള് ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹ്യൂമറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പക്ക ഒരു ഓണം, തമിഴ് തെലുങ്ക് പടങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഓണത്തിന് ഒരു അത്തപ്പൂക്കളം പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിലും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. നമസ്കാരം. വളരെ സന്തോഷം. എൻ്റെ ഈ സിനിമയിൽ എൻ്റെ പേര് ടീം എന്ന് തന്നെയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് സിനിമയിലൊന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും പരാതി. ഞാൻ 18 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. 100ഓളം സിനിമയിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഗുണ്ടകളായിട്ട് അഭിനയിച്ചപ്പോഴും ഗുണ്ട തന്നെയായിരുന്നു. പിന്നീട് അതിന് മാറ്റമുണ്ട്. അത് വിജയ് സാറിന്റെ തെരി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ച ശേഷമാണ്. പിന്നീട് ആ ചാൻസ് ചോദിച്ചില്ല. ചാൻസ് കഴിയാതെ എനിക്ക് സിനിമയിൽ അവസരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് മുരളീധർ സാർ എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. ഈ സിനിമയിൽ ഞാൻ ഗുണ്ടയല്ല, അത് ആദ്യം തന്നെ പറഞ്ഞോളാം. അപ്പൊ സ്റ്റാർ മ്യൂസിക്കിലൂടെയൊക്കെ എന്നെ കോമഡിയായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ചെറിയ കോമഡി സീനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതില്. ഇതിൽ മാസം ഡയലോഗ് തന്നിട്ടുണ്ട്. ഒരു കൊച്ചിക്കാരനായിട്ട് അസലൊരു പച്ച ഒരു കൊച്ചിക്കാരനായിട്ട് അഭിനയിച്ചേക്കണത്. എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ. എത്രയൊക്കെ സീൻ ഉണ്ടെന്ന് പറയാൻ പറ്റും, എത്രയൊക്കെ സീൻ കട്ടായി പോയെന്ന് കണ്ടോളൂ. എന്റെ പ്രൊമോഷൻ പറയണ്ടേ. അപ്പൊ ബാഡ് ബോയ്സ് എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ വേഷമാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും ബാഡ് ബോയ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
അത് തന്നെ എനിക്ക് സന്തോഷം. അപ്പോ ഈ സിനിമ എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. എല്ലാവരും കാണുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി തുടങ്ങി സിനിമയിൽ ഞാനും ഉണ്ടാവും. ഇനി ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഇനി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. വളരെ സന്തോഷം. എനിക്ക് നന്ദി പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസറും പിന്നെ മുരളി സാറിന് പവർ സ്റ്റാർ എന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു വേഷം വന്ന ആ പടം ഇനി നടന്നില്ല, ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വളരെ സന്തോഷം. എനിക്കും നാളെ സിനിമ കാണാൻ വേണ്ടി ത്രില്ലടിച്ചിരിക്കണേണ്. എല്ലാവരും സിനിമ കാണാൻ വരുമെന്ന് എനിക്കറിയാം. ഞാനും ഇനിയും പ്രൊമോഷൻ ചെയ്യും സിനിമ. അപ്പൊ കൂടെ ഉണ്ടാവും. താങ്ക് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പക്ക യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ ഒരു ഫാമിലിയും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ മുൻ സിനിമകൾ കണ്ടിട്ട് ഇപ്പൊ കുറെ കമന്റ്സ് വരാറുണ്ട്, ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ, അതേ യൂത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അങ്ങനെ ഡബിൾ മീനിങ് കോമഡി ഉണ്ടാവോ? ഇതിൽ അങ്ങനെ യാതൊരുവിധ ഡബിൾ മീനിങ് കോമഡിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇത് ഫാമിലി യൂത്തിനും എല്ലാവർക്കും തിയേറ്ററിൽ ഒരേപോലെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ കണ്ട് എന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ കൂടിയിട്ടാണ് ഞാൻ ക്യൂബിൽ നിന്ന് വന്നത്. അപ്പൊ നാളെ തിയേറ്ററിൽ നിന്നും ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ആക്ച്വലി റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് പോവാൻ കാരണം, ഞാൻ എന്റെ ചെറുപ്പത്തിൽ ആഘോഷിച്ച് നടന്ന ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് സിനിമകളും റഹ്മാൻ സാറിന്റെ. അപ്പൊ ഈ റഹ്മാൻ സാറിനെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ വിഷ്വൽ ആലോചിച്ചപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് കളറാവും എന്നുള്ളത്. അതായിരുന്നു എന്റെ കോൺഫിഡൻസും. ഇത്രയും കാലം ഈ ഹെയർ സ്റ്റൈൽ ഇപ്പൊ എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷെ ഈ പടത്തിൽ പൂജ നടന്നു. ഞങ്ങളൊക്കെ നേരത്തെ വന്നു. അപ്പൊ ക്യാരം എന്നത് ചേട്ടൻ ഇറങ്ങി വരുമായിരുന്നു. ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഷർട്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി പറയുന്നത്, എവിടെയോ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് എനിക്ക് മാത്രമല്ല, ഇതൊക്കെ കൈയടിക്കാം. സംടൈംസ് ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തിൽ റെഡി ആയിട്ട് വരുമ്പോ ഒരു മാജിക് സംഭവിക്കും സ്ക്രീനിൽ. അന്ന് എനിക്ക് പടം പൂജയിലെന്ന് തോന്നിയതാണ്. മമ്മൂട്ടി സാർ മാറി இருக்காருப்பா. இப்ப ட்ரெய்லர் காணும்போது அந்த ஒரு ஸ்கிரீன்ல அந்த ஆக்ஷன் சீக்வன்ஸ் பாட்டில் எடுத்து அடிக்கும்போது എന്റെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരല്ലേ, റഹ്മാൻ കാണുമ്പോൾ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, ഏതോ റെസംബ്ലൻസ് ഉണ്ടല്ലോ. அந்த ஹேர் ஸ்டைல் மாற்றியதானோ இல்லை பாடி லாங்குவேஜ் ஆனோ എന്താണല്ലേ, വേറെ എന്തെങ്കിലും മമ്മൂക്ക ചെയ്ത ഒരു കഥാപാത്രമാണോ, ഒരു കമ്പാരിസൺ അവരുണ്ട്. അങ്ങ് ഒരു മാജിക് ഫോളോ ആവുന്നുണ്ട്. അത് പടത്തിൽ വർക്ക്ഔട്ട് ആവും തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ല, എല്ലാവരും പറയുന്നു. ഇത് എന്റെ ഒരു തനിപ്പെട്ട ഒരു അഭിപ്രായം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതൊന്നും ഞാൻ കണ്ടില്ല. മമ്മൂക്കയുടെ ഫോട്ടോസോ ഇല്ല വേറെ ആരും അഭിനയിക്കുന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഈവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല. കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും, അവരെ പോലെ നടക്കാൻ തുടങ്ങും. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷെ ഈ പടത്തിന് ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ആൻഡപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ആൻഡപ്പന്റെ ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി മൈ ഗ്രാൻഡ് സൺ അവന്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ ഒരു ബാബർ സലൂൺ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല. അപ്പൊ ബാബർ ഒരുപാട് കഷ്ടപ്പെട്ടു അവന് മുടി മുറിക്കാൻ. അപ്പം ശരിയായില്ല, അവിടെ എവിടേക്ക് ബിറ്റായിട്ട് പോകും. പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിന് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ അതേ ബാബർ കൊണ്ട് എന്റെ മുടി കട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി ശകലം വെയിറ്റ് ഒക്കെ കൊടുത്ത് ഒരു ലൂസ് ബോഡി ഒക്കെ ആക്കിയിട്ട്. കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാദാ ഫീൽ കൊടുക്കണം, എന്നാൽ ഇവനൊരു ദാദയല്ല. അതെ, എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 4-ാം ദിവസം ഞാനും ടിനി ടോം ഇരിക്കും. ഇവൻ ടിനി ടോം എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും സെറ്റിൽ ഒന്നും പറയുന്നത് കേട്ടില്ല. ഞങ്ങൾ രണ്ടുപേരെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു കറുത്ത ജുബയും കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ടെർബോ ലുക്ക്, മറ്റേ ടെർബോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു, ആ സിനിമയിലെ ഗസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പലരും കമന്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇച്ചക്കയുടെ ഫോട്ടോ കാണുന്നത്. അതാണ് ഇതിന്റെ സത്യം. അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റൈല് കോപ്പി അടിച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആ സ്റ്റൈൽ ചെയ്യില്ലായിരുന്നു, മാറ്റി പിടിച്ചല്ലേ വേറെ എന്തെങ്കിലും. അത് സത്യം.
ഞങ്ങൾക്ക് എല്ലാവർക്കും വിന്റേജ് മലയാള സിനിമയില് ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. റഹ്മാൻ എന്നൊരു ആക്ടർ എന്താ അയാള് ചെയ്തു വെച്ച സിനിമകള് ഞങ്ങൾ പല ആവർത്തി കാണാൻ നേരത്ത് ഇത് ആ സ്റ്റൈലും ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു നൊസ്റ്റ് ഓർമ്മയായിട്ട് നിൽക്കണം. പക്ഷെ നേരെ തിരിച്ച് റഹ്മാൻ എന്ന് പറഞ്ഞ ആക്ടർ ചിന്തിക്കാൻ നേരത്ത് ഏതൊരു ആക്ടറും മനസ്സിൽ തോന്നുന്നൊരു ചിന്തയുണ്ടല്ലോ, ഞാൻ ചെയ്തു വെച്ചൊരു സ്പേസ് മലയാള സിനിമയിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി. അതിലേക്ക് തിരിച്ചു ചെല്ലണം. ഞാൻ ലീഡായിട്ടുള്ള ചിത്രങ്ങൾ, മലയാള സിനിമയിൽ എന്റെ സ്ഥാനം എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനൊരു തുടക്കം കുറിക്കലാണ് ഇത്. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് മലയാള സിനിമയിൽ ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള പല ആക്ടേഴ്സും അവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണം. മമ്മൂക്ക അടക്കമുള്ളവര് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ മലയാള സിനിമ മാറി എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകർ അതിനോടൊപ്പം സഞ്ചരിക്കും. ഈ പറയണെങ്കിൽ 41 വർഷമായി 41 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഞാൻ ആർക്കും കോമ്പറ്റീഷനായിട്ട് പോകുന്നില്ല. ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം, നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം, ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനമോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയി ഇവിടുന്ന് അതൊന്നുമില്ല. ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പല വേറെ ഇതൊക്കെ ചെയ്തതിനാൽ നിങ്ങൾക്ക് മീഡിയക്കും അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല, ആവുമില്ല. ഞാൻ കോമ്പറ്റീഷനില്ല. ഞാൻ എന്റെ പണി എന്റെ സിനിമ അങ്ങനെ ചെയ്തു പോകും. നല്ല സിനിമകൾ ചെയ്യുക എന്ന് മാത്രമാണ് എന്റെ ആവശ്യം. പക്ഷെ മലയാളികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. കാര്യം റീസെന്റ് ബ്ലാക്ക് പോലും അത് ഭയങ്കര കൾട്ടായിട്ട് കാണുന്ന പല ക്യാരക്ടേഴ്സും സംഭവിച്ചിട്ടുള്ള ഒരു നിങ്ങൾ പറഞ്ഞ ഗ്യാപ്പാണ് മലയാള സിനിമയിൽ വരുന്ന ഗ്യാപ്പിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ പോകുന്നതാണ്. ഒരു വർഷത്തില് അങ്ങനെ കുറച്ച് ബിസിയാണ്. ഇടയ്ക്ക് ഞാൻ വന്നിട്ട് മലയാള സിനിമ ചെയ്യും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പൊ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ഒരു പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അല്ല, അത് മാറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ സംബന്ധിച്ചിട്ട് എല്ലാ തരം സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോ ഇതിലും വലിയ വലിയ സ്കെയിലുള്ള സിനിമകൾ ചെയ്യണം. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. എന്റെ ആദ്യ ചിത്രം ഇറങ്ങിയ ഹാപ്പി വെഡിങ്, അതിന്റെ കൂടെ ഇറങ്ങിയ പടങ്ങള് കമ്മട്ടിപ്പാടം, ആടുപുലിയാട്ടം, യോദ്ധാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ കൂടെ ആദ്യ സിനിമ ഇറക്കിയ വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഇതിന്റെ ഒക്കെ ഇടയിൽ ഹാപ്പി വെഡിങ് ഹിറ്റായിട്ട് 100 ദിവസം കയറി. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിന് നല്ല രീതിയിൽ ഞങ്ങള് പബ്ലിസിറ്റി പരിപാടിയൊക്കെ കൊടുക്കണം എന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒന്ന് അടിപൊളിയാക്കിയാൽ മതി. അങ്ങനെ ഇരിക്കാൻ പാടുന്ന ഷിൽമ ഒരു പോസ്റ്റ് എടുക്കുന്നത്, ആ പോസ്റ്റ് എടുത്താൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം എന്താണ് ഷിൽമുണ്ടായ ഒരു വിഷമം എന്താണ്? അത് സത്യത്തിൽ അതിന് ദയവീത് മീഡിയസ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന. അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ സിനിമയിലും ഒരു 10-40 ആർട്ടിസ്റ്റുകളോളം വന്നിട്ടുണ്ട്. അപ്പം അവര് 3 സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഐക്യദാർഢ്യം, അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു. അതിലൊരു തെറ്റുമില്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും. ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരു ആശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല. അത് അവിടെ തീർന്നു. അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. അതിനെ
ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് ആരും ചിന്തിക്കേണ്ട. പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ നേരത്ത് മലയാള ഭാഷയിൽ ഇങ്ങനെ നെട്ടു ആ സന്ദർഭത്തിലാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. എന്ത് പരാമർശം? ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് ഇറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കണ ഇത്. അപ്പൊ ഇവര് 3 ആള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം, മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയായിരുന്നെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം, ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു 3 പേര് ഒരു ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തികളിൽ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രം, അതിന്റെ ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ഇന്ന് ആസിഫ് ഒരു ഇന്റർവ്യൂവില് പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ വലിയ ചിത്രങ്ങള് ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ മുടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു. അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും കിട്ടൊരു നല്ല കാര്യമാണുള്ളത്. അത് അല്ല, എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ മാസീവ് തിയേറ്റർ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത്. അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ഒക്കെ ഒരു ചെറിയ വിഷമമുണ്ട്. അല്ല കമന്റ്സിലെ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ പറയും അത് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. അതാണ് ആളുകള്. നാളെ അവന്റെ പടം റിലീസാണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റണ്ടാന്ന് പറയുന്നത്. അതാണ് ജനം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവര് ഇപ്പൊ ടോവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവര് 3 ആൾ എന്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയേണ്ടത്. അല്ല, ഞാനത് തന്നെ പറഞ്ഞ, ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കരമാണ്. ഇവര് 3 പേരും കൂടിയിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവര് അത്യാവശ്യം സ്റ്റാർസ് ആണ്. ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത്, അതോ എങ്ങനെയാണ്? അല്ല, അവരാ വീഡിയോ അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളും അതേപോലെ അവര് പബ്ലിക് ആയിട്ടാണ് ആ സാധനം പറഞ്ഞത്. അപ്പൊ ഞാൻ പബ്ലിക് ആയിട്ട് പറഞ്ഞു. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം, നമ്മൾ കൂടുതൽ പവർഫുൾ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അതന്നെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ തന്നെയല്ലേ, റഹ്മാൻ സാറിലെ ഇൻഡസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്തെ യൂത്തനായിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ? ഇപ്പൊ മമ്മൂക്കാടെയും ലാലേട്ടനെയും ഒരു പടമാണ് ഇറങ്ങണെന്ന് വിചാരിക്കും, ഇവരിത് ചെയ്യൂ? ഇപ്പൊ ബസൂക്കയും ബറോസും ഉണ്ട് ഓണത്തിന്. അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടിയിട്ട് വിഷയമില്ലേ?
എന്തായാലും മിണ്ടാത്ത ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ അത് പ്രശ്നമൊന്നുമില്ല. ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് വേറെ ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത് ചിലപ്പോ എന്റെ തെറ്റാവാം, എന്റെ സ്വാർത്ഥതയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവും സ്വാർത്ഥമായ താല്പര്യം, അങ്ങനെ കരുതിപ്പോ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഞാൻ ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഈ ക്യാരക്ടർ പോയിട്ട് പറഞ്ഞപ്പോ ധ്യാൻ ഫസ്റ്റ് പറഞ്ഞു അയ്യോ താടി. ഞാൻ അവിടെ താടി വേണം, അത് അടിപൊളിയാണ്. കാരണം ഇതിൽ എനിക്ക് രക്ഷിച്ചെട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രക്ഷിച്ചെട്ടിയുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ, അവരൊക്കെ താടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു അലർജീസ് അങ്ങനെ സ്കിൻ ഡിസീസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താടി വെക്കാം, ഒരു പ്രശ്നമില്ല. ഇനി കേരളത്തിൽ ഇങ്ങനെ താടി വെച്ച പോലീസും വരട്ടെ. പടം ഉണ്ടോ? ഫസ്റ്റ് എന്നെ അമർ വിളിച്ചപ്പോ അല്ല ഒരു പടം ഉണ്ട് ഹീറോ കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കണമെന്ന് പറയാം. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ, എനിക്ക് ഓർമ്മ ഉണ്ട്. അതെ, അപ്പൊ ഒരു ദിവസം വിളിക്കുക, 9 ദിവസം 4 പടത്തിന്റെ പൂജ വന്നേക്കാണ്. ഈ കഥയെ പറഞ്ഞിട്ടില്ല, ഡേറ്റും ചോദിച്ചിട്ട് പൂജയ്ക്ക് വിളിച്ചു. പിന്നെ പൂജയ്ക്ക് പോയപ്പോ അറിയാണ്ട് ഞാൻ കോട്ട് ഇട്ടിട്ട് പോയി. അത് ഭയങ്കര ന്യൂസായി. അന്ന് എനിക്കറിയില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് തണുപ്പായിരുന്നു. അപ്പൊ കോട്ട് ഇട്ട് അവിടെ ചെന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു. എല്ലാരും എന്നെ കണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഡയറക്ടർ ഒമ്മർ മാത്രം വേറെ വിഷയമല്ല, ഇതാണ് കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് പൂജയ്ക്ക് പുള്ളി കോട്ട് സൂട്ടൊക്കെ ഇട്ട് എനിക്ക് കോട്ട ഊറണം. അപ്പൊ ഞാൻ ഊറാനെടുത്തൊക്കെ ഒമരെ നോക്കുമ്പോ ഇങ്ങനെ കളിച്ചു കൊടുത്തിരിക്കുക. ശരി, അപ്പൊ പടത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോ ക്യാരക്ടർ എന്താ ഒന്നുമില്ല, நான் வந்தேன். சரி, இது ட்ரெஸ் ஒன்றும் அளவு ஒன்றும் எடுத்துல, அண்ணா அந்த கோட் இட்டேன், அந்த கோட்டு വേറെ എന്താ ചെയിന് മോതിരം അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ ഉണ്ടോ ഇല്ല എന്റെ കഥ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഥ. ആക്ച്വലി പുള്ളി വിചാരിച്ച ഇതിന്റെ ലോഞ്ച് 5 സ്റ്റാർ ഹോട്ടലിൽ സത്യം ഇൻഡോർ അരക്കി വെച്ചിട്ടാണ് വന്നത്. ഭയങ്കര ബിൽഡപ്പാ വന്നിട്ട് ഞാൻ മാത്രം വിയർത്ത്. അത് പിന്നെ ലൊക്കേഷൻ വന്നപ്പോ കഥാപാത്രം പറഞ്ഞു ഡയലോഗ്സിന് വന്നു, അന്നം പറയുന്നത് പോലെ പറഞ്ഞു ഡയലോഗ്. ഈ ബാഡ് ബോയ്സിന് അങ്ങനത്തെ കഥകൾ വരുമോ? ഇതിലോ പുതിയ കഥകളുണ്ടോ? ഇല്ല. ഞാൻ അത് ഈ അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത പടത്തിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള കഥകൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് പുതിയ കഥകളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബെൽറ്റ് ആയിരിക്കും, ആ ബെൽറ്റ് ആയിരിക്കും. ആ ഒരു ഡയലോഗ് കാരണം പുള്ളി അതിന് മുമ്പുള്ള ട്രിനിറ്റാണ്, ഫ്യൂ മൊമെന്റ്സ് ലേറ്ററിന് അതിന് ശേഷമുള്ള ട്രിനിറ്റാണ് ലൈഫ് എടുത്തത്. പുള്ളി പുതിയ വീട് വെച്ച് വേറെ സ്റ്റേറ്റിലെ ചിന്ന വീടൊക്കെ വെച്ചിരിക്കുന്നു. അതിപ്പോ ഒരു കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. മസ്താങ് കാർ മേടിച്ച് കുറേ ഇമ്പ്രൂവ്മെന്റ് ആയി. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി പുതിയ തോക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പുതിയ തോക്ക് മേടിച്ചിട്ടുണ്ട്. ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്താനായിരുന്നു ഒരു അഴിച്ചുവിടുന്ന ക്യാരക്ടറൈസേഷനിലൊക്കെ അഴിച്ചുവിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഫീലിംഗ് ഈ ചിത്രത്തിന്റെ ക്യാരക്ടറൈസേഷനിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സ് മൊത്തം ഈ കഥയിൽ എല്ലാവരും എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലോ സംസാരത്തിലോ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ സൃഷ്ടിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം എൻ്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടറിന് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ആസ് എൻ ആക്ടർ. ഒരു അഴിഞ്ഞാട്ടമുള്ള കളി പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുമ്പ് ചിത്രങ്ങളിലൊക്കെ എന്റർടൈൻമെന്റ് പാക്ഡ് ആയിട്ട് ഡാൻസും പാട്ടും അങ്ങനെ ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ചിത്രമാണ്. ഈ ആവേശം ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഫഹദിന്റെ രാജമാണിക്യമാണ് ആവേശം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് റഹ്മാനിക്കയുടെ ഒരു ചോട്ടാ മുംബൈ അങ്ങനെ റഹ്മാൻ സാറിന്റെ ചോട്ടാ മുംബൈ, മറ്റേത് ഫഹദിന്റെ രാജമാണിക്കാണെങ്കിൽ ഇത് റഹ്മാൻ സാറിന്റെ ചോട്ടാ മുംബൈ. ഇറങ്ങിയ പടങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയ പടം ഫസ്റ്റ് വീക്കില് തിയേറ്ററിൽ ആൾ വരാൻ ചിലപ്പോൾ കരഞ്ഞിരുന്ന ഒരാളാണ്. ഇതിന്റെ
അപ്പൊ ഇതിന്റെ ഒരു ടീച്ചർ തൊട്ട് കണ്ടു തുടങ്ങിയപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് അതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്ത പടമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്ക് എല്ലാ തരം പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കുക എന്നുള്ള എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റഹ്മാൻ സാറ്, ബാബു അന്നിച്ചേട്ടൻ, പിന്നെ ശങ്കർ സാറ് എല്ലാവരും ഉണ്ട്. അപ്പൊ പഴയ ആ ഒരു എന്താ പറയാ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു വിന്റേജ് കോമ്പോനെ തിരിച്ച് ഇത് റീഫ്രഷ് ചെയ്തിട്ട് പുതിയൊരു മാക്സ് പ്രോ ആക്കിയിട്ട് കാണിച്ചതില് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഇവരെ കൺവിൻസ് ചെയ്യുന്നത്? അല്ല, സാറിന് ഞങ്ങൾ വന്ന് പറഞ്ഞ്, അപ്പൊ ഷീലുവിന് ഫസ്റ്റ് കഥ ഇഷ്ടമായി, സാറിന് കഥ ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഇവരും അബ്രാം സാറും ഉണ്ടായിരുന്നു. ഇത്ര ആർട്ടിസ്റ്റുകളെ കിട്ടില്ല. ഒരു കാര്യം കൂടെ പറയാം, ഈ പടത്തില് ഈ പടത്തില് വന്ന ആർട്ടിസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ട അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഞാനൊരു കാര്യം പറയാം, ബാലചേട്ടൻ പൈസ പോലും മേടിച്ചിട്ടില്ല. ബാലചേട്ടൻ ഫ്രീ ആയിട്ട് വന്നിട്ടാണ് എനിക്ക് അഭിനയിച്ചു തന്നത്. ഇല്ല, പ്രൊഡ്യൂസർ റെഡി, അവർ തരാനിരുന്നതാണ്. പക്ഷെ എന്റെ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ അവിടെ ഇത്രയും വർഷം കഴിഞ്ഞ് നല്ല ഓർമ്മയിലുണ്ട് എനിക്ക് അഭിനയിച്ചത്. ഇത്രയും വർഷം കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, പ്രൊഡ്യൂസർക്ക് റെഡി ആയിരുന്നു എനിക്ക് ശമ്പളം കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ഒരു നല്ല പടം, കമേഴ്ഷ്യൽ പടം, എനിക്ക് ശമ്പളം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പടം ഹിറ്റാവുമ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി ഹിറ്റാവും. ചാരിറ്റി പ്ലാൻ പാവപ്പെട്ടവർക്ക് ഒരു നല്ലത് മാത്രം ചെയ്യാം, പടം വിജയിക്കും ഞാൻ പറഞ്ഞു. ഈ റഹ്മാൻ സാറൊക്കെ സത്യം ഈ മമ്മൂക്കാല ഈ ഒരു കാറ്റഗറിയിലൊക്കെ പറയുന്നത് സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ എന്താണ് ഇദ്ദേഹത്തിനൊക്കെ ഈ ഇടത്തിൽ കൂട്ടുന്നതെന്ന് ചോദിക്കുന്നത്. സ്ക്രീൻ പ്രസൻസിന്റെ ആ മോണിറ്ററി കാണാന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവില് ഇത് എത്രത്തോളം കാണാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു വാവ് അടിച്ചിട്ടുണ്ട്. കാരണം സാറിന്റെ ഒരു ഓറഞ്ച് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. അതായത് സാർ എന്തുകൊണ്ട് ഇത്ര നാള് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല? അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ഇതിങ്ങനെ ഹിറ്റായി കഴിഞ്ഞാല് ഇതിന്റെ ഗുണം മറ്റുള്ള ഡയറക്ടേഴ്സിന് എല്ലാവർക്കും കൂടി. ഒന്നാമതേ ഇവിടെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സാറിനെ പോലെ ഒരാള് വീണ്ടും വന്ന് ഇതേപോലെ മാസീവ് ഇമ്പാക്ട് ഉള്ള മാസ് കോമഡി എല്ലാം കളർന്നിട്ടുള്ള ഒരു ഫിലിമുകൾ ചെയ്യുക, അതൊക്കെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനിയും ഒരുപാട് താരങ്ങൾ പറ്റും, ഞങ്ങൾക്ക് സംവിധായകർക്കൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് സിനിമ ചെയ്യാൻ പറ്റുന്ന അത്രയധികം താരങ്ങൾ ഉണ്ടാവട്ടെ. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ബിപിനെ, ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വിടില്ല. സീസണിൽ റൊമാൻറ്റിക് കഥാപാത്രങ്ങളിലൂടെയായിരുന്നു. പിന്നീട് നായകനായിരുന്നു, പിന്നീട് വില്ലനായി വരുന്നു, പിന്നീട് ധ്രുവങ്ങൾ 14 പോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അതായത് ഇത് കാണുമ്പോൾ ഞെട്ടാണ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് പീരീഡിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കണം. ഇത് കാണുമ്പോൾ ഞെട്ടണം അങ്ങനൊന്നും ഞാൻ വിചാരിക്കാറില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെടണം, എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. വലിയൊരു തോട്ട് പ്രോസസ് ഒന്നും പോകില്ല. പക്ഷെ എനിക്കതൊരു ഡിഫറെന്റ് ആയിരിക്കണം. ഈ കഥയിൽ എന്താണ്, എവിടെയാണ് ഇതിന്റെ സ്പാർക്ക്, പ്രേക്ഷകർ ഈ സിനിമ കാണുമ്പോൾ അവിടെ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചെറിയൊരു ഇത് സങ്കല്പം ഞാൻ ശ്രമിക്കും. അത് ഓരോ ഡയറക്ടർ ആ കഥ പറയുന്ന മെടുക്ക് അനുസരിച്ചിരിക്കും എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ഇവൻ ഈ ഒരു കഥ പറയുമ്പോൾ പോലും ഞാൻ ആക്ച്വലി നമ്മളൊരു 3-4 സിറ്റിംഗ് ഇരുന്നു ഞാനൊന്ന് ഓക്കെ പറയാം. പക്ഷെ എല്ലാ സമയത്തും ഒമർ എൻ്റെ അടുത്ത് വന്ന് ഇല്ല, നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാനുണ്ട് കൂടെ, വാ വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ധൈര്യത്തിലാണ്. സാറിനാണ് ആക്ച്വലി നന്ദി പറഞ്ഞത്. കാരണം ഇത്രയും താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാമോ, എല്ലാവരും അവരവരുടെ വീട്ടിൽ നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് പതിപ്പിച്ച ഓരോ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ വെച്ചിട്ട് ഇത്രയും അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കും അതിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. ഓരോ കഥാപാത്രങ്ങളും അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പോ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടർ ആണെങ്കിൽ കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസും കൃത്യമായ സ്പേസും കൊടുക്കാൻ ഭയങ്കര ശ്രദ്ധിച്ചു തന്നെയാണ്, അത് എഴുത്തിലെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ
ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും പിന്നീട് കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ വന്നുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ ഒരു 75 ആർട്ടിസ്റ്റുകളുള്ള ഒരു കാസ്റ്റിങ്ങിലോട്ട് പോയത്. പിന്നെ പറയാനുള്ളത്, നാളെ പടം റിലീസാണ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ പടം എല്ലാവരും ഹിറ്റാക്കി തരണം. റഹ്മാൻ സാറ് കൈ കിടക്കുന്ന വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പടം എല്ലാവരും ഹിറ്റാക്കി ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തരണം. താങ്ക് യു സാർ, താങ്ക് യു. ബാലയുടെ വാച്ച് നോക്കണം, ഇതാണ് ഗിഫ്റ്റ്. റഹ്മാൻ സാർ വാച്ച് ഇട്ടിട്ടില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് പടത്തില്. തിയേറ്ററിൽ പൂരത്തിനുള്ള ജനം വന്നാൽ തീർച്ചയായിട്ടും അത് പൂരപ്പറമ്പാവും. ഇവര് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ റീവിസിറ്റിംഗിലൂടെ ചെയ്യുന്നുണ്ടോ അതോ പുതിയതായിട്ടുള്ള? ഇല്ല, ബാബുണ്ണി ചേട്ടന്റെ ക്യാരക്ടർ പിന്നെ പുള്ളി പണ്ട് ചെയ്ത് വെച്ച മറ്റേ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ റഹ്മാൻ സാറ് ഇതില് വന്നിട്ടുള്ള, അതായത് പണ്ട് റഹ്മാൻ സാറ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പോ ഇത് എല്ലാത്തിനും കൂടിയിട്ട് ഒരു കൊളാഷാണ്. എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ ശ്രമിക്കുന്ന ഒരാളാണ്. കാണാതെ ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പുറകിൽ കുറച്ച് പുതുമുഖങ്ങളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പോൾ അടിപൊളിയായിരുന്നു. ഹായ്, എന്റെ പേര് ഷാന എന്നാണ്. ഹായ്, എന്റെ പേര് ആര്യ മേനോൻ. എന്റെ പേര് അമൃത. നമസ്കാരം, എൻ്റെ പേര് അർജുനാണ്. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. ഞാൻ റഹ്മാൻ സാറിനെ കണ്ടത് ആദ്യം 2015 മഴവിൽ മനോരമ ഡി4 ഡാൻസിലാണ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നാണ് സാറിന് അവിടെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് 2024 ഈ വർഷത്തിൽ സാറിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന സത്യം പറഞ്ഞ ബ്ലെസ് മൂമെൻ്റ് ആണ്. സോ താങ്ക് യു ടോമസ് സാർ ആൻഡ് ദ ബാഡ് ബോയ്സ് ടീം ചാൻസ് ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടി. താങ്ക് യു സാർ. നമ്മള് താരങ്ങളെ കാണുന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, ആ ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവില്ല. കാര്യം ഒരുപാട് ചിത്രങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും, ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇവര് അഭിനയിക്കുന്നതാണ്. ആ ഒരു മൂമെന്റ് എങ്ങനെയാണ്? പിന്നെ നമ്മൾ ഒരുപാട് നാള് ഇവരൊക്കെ ഈ താരങ്ങളുമായിട്ട് അഭിനയിക്കാൻ നേരത്തെ ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ട് ഒരു വാ മൂവ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ ഇവര് പെർഫോം ചെയ്യുന്ന ലൈവായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവര് സെറ്റിൽ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങോട്ട് നോക്കുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടാവില്ല. നമ്മളിപ്പം ഈ പറഞ്ഞ റംസാനാണെങ്കിലും നമുക്കാനൊക്കെ കാണാൻ നേരത്ത് നമ്മുടെ കണ്ണ് അവരിലേക്കായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മാൻ സാർ, ഓഫ് കോഴ്സ് റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടപ്പോ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. റഹ്മാൻ സാറിനെ മാത്രമല്ല, ഷെലി മാമിനെയും ആൻസൺ ചേട്ടനെയും എല്ലാരെയും കണ്ടു, ബിബിൻ ചേട്ടനെയും സെന്തിൽ ചേട്ടനെ അല്ല പറയുക എല്ലാരെയും, തേട്ടിങ്ങിട്ടും ചേട്ടനെ എല്ലാരെയും, ബാലസാറിനെ എല്ലാരെയും കണ്ടപ്പോ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയാലും. പിന്നെ റഹ്മാൻ സാർ ഡാൻസ് കളിക്കുന്നേ കണ്ടപ്പോ അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അത് ഞാനല്ല, ഡയറക്ടർ സാറാണ്. അത് ക്യാൻസൽ ചെയ്യാനും എല്ലാരും. അപ്പൊ അതെ, സാറിനൊന്ന് പനിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബിബിൻ ചേട്ടൻ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു. ആൻസൺ ചേട്ടന്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ആൻസൺ ഈ പടത്തില് ഒരു ഉമ്മ വെച്ചിട്ടുണ്ട്, അതേ കുറിച്ച് ആരെങ്കിലും സംസാരിക്കും? ഞാൻ പബ്ലിക്കിന് കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് അപ്രൂവ്ഡ് അല്ലേ? ഒന്ന് വെക്കാം അല്ലേ? അല്ലേ?
ഇപ്പൊ ഒരു ലിപ് ലോക്ക് സീൻ എന്താ നിങ്ങൾ ചെയ്യുമോ? ലിപ് ലോക്ക് സീൻ ഇത്രയും പേരുടെ മുമ്പിലാണ് ഈ ചെയ്യും. മമ്മൂക്കിന്റെ കൂടെ ഒന്നും കാണാറില്ല. അല്ല തീർച്ചയായിട്ടും എന്റെ കൂടെയാ. ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ ചോദിച്ചത് ഇത്ര തിരക്കുള്ള ആളെ എങ്ങനെയാണ്? ഞാൻ തിരക്ക് സ്വന്തം ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രയോറിറ്റി അതാണ് നമുക്ക് എപ്പോഴും തിരക്കുകൾ. അപ്പൊ എന്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു നോ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഡബിങ്ങിന് വരെ വിളിക്കുമ്പോൾ എന്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിൽ വന്നത്. ഒരു 19 സിനിമകളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്ത അന്ന് മുതൽ ഇതൊരു ഹിറ്റ് സിനിമയാണെന്ന് ഞാൻ ഇന്ന് 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിറ്റ് വൈബ് ഫസ്റ്റ് ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ആ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും നാളെ ഈ പറഞ്ഞ ഉത്തരം നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ തിരക്കും മാറ്റിയിട്ട് ഒമറിന്റെ കൂടെ തന്നെ നിന്നതെന്നുള്ളത്. പിന്നെ മമ്മൂക്കയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാല് അല്ല ഇവന്റെ എല്ലാ ചീഞ്ഞോണം എല്ലാ ഐറ്റംസ് എന്തെങ്കിലും ഇത് മമ്മൂക്ക ഞാൻ തിരക്കാണെന്ന് അറിയുന്നതാണെന്നാണ് ഇഷ്ടം ഇന്ന സിനിമയിൽ. കാരണം അവിടെ തന്നെ നിൽക്കാനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഫോട്ടോസ് ഞാൻ റഹ്മാനിക്കാൻ കൂടി ഇരിക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യാൻ അപ്പൊ തന്നെ തമ്പു വരാറുണ്ട്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളെപ്പോഴും ഞാനിങ്ങനെ കൂടെ നിങ്ങൾ അറിയിച്ചിട്ട് കാര്യമില്ല. ഞാൻ പക്ഷെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഏതൊരു സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് നേടുന്നത്. ഇപ്പൊ നാളെ സിനിമ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ബ്ലെസ്സിങ് നേടും. അദ്ദേഹത്തിന്റെ ഒരു ബിഗ് ബ്രദർ തന്നെയാണ്. എനിക്കൊരു സ്മോൾ ബ്രദർ കൊണ്ടുപോയി ഇനി റഹ്മാൻ സാറുണ്ട്. അപ്പോ ഇത് തന്നെയാണ്. അപ്പൊ ഈ 75ഓളം ആർട്ടിസ്റ്റുകൾ എങ്ങനെ ഇതിൽ കോർഡിനേറ്റ് ചെയ്യുന്നുള്ളത് അതൊരു കൺട്രോളറിന്റെ കഴിവ് തന്നെയാണ്. ഇക്ബാൽ പനായിക്കുളോ ആണെങ്കിലും ഞാൻ പനായിക്കുളോ അതിന്റെ നോക്ക്. പക്ഷെ യഥാർത്ഥത്തില് ദൈവം തന്നെയായിരുന്നു കൺട്രോളർ. കാരണം നമുക്ക് ഒരുപാട് നമുക്ക് പറ്റാത്ത കാലാവസ്ഥകൾ, മഴ, ചൂടൊക്കെ ഒരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് സിനിമ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് തന്നെയാണ്. നാളെ തിയേറ്ററിൽ ഹിറ്റ് ആകുമ്പോഴും ആ ബ്ലെസ്സിങ് ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയം. ഈ പടത്തിനും ഈ ചോദ്യത്തിനും യാതൊരു ബന്ധമില്ലാതെ ഒരു ചോദ്യം. ആധാർ കാർഡ് കാണിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. നാളെ ഈ പടം ഇറങ്ങട്ടെ. ഇവന്റെ വാച്ച് മോതിരം ഒന്നും ചോദിക്കരുത്. ഭാവിയിൽ വേറെ പ്രശ്നത്തിലേക്ക്. ആ പേര് ഞാൻ പറയാനുള്ള ജോൺസൺ ജോൺസൺ ആൻസൺ അതുമായിട്ട് സാമ്യമുള്ള ഈ പ്രസ് മീറ്റിനിടയ്ക്ക് ഇവർ ഒരു മീറ്റിംഗ് വെച്ച് എനിക്ക് വേണ്ടി മാത്രം സംസാരിച്ചു. എന്താ വെച്ചാൽ ഈ പടം ഒന്ന് ഇറങ്ങട്ടെ. ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുക്കും നല്ല ഒരു മാർക്കറ്റ് വരും. നല്ല പടങ്ങൾ, കുറെ പടങ്ങൾ വരട്ടെ. എല്ലാവരും ഇതുപോലെ വാച്ച് ചെയ്തിട്ട് എനിക്ക് കുറെ ബർത്ത്ഡേ വരട്ടെ. ഇവർ കയ്യിലേന്ന് പിടിങ്ങി നീ ആഘോഷിക്കും. നിന്റെ പേരെന്താ? വിഘ്നേഷ്. നിന്റെ ചാനൽ ഏതാ? ശരി, വീട്ടിലേക്ക് കാണാത്തര കേട്ടോ. തരുൺ പറഞ്ഞ തന്നിരിക്കും ഉറപ്പ്. ഈ വാച്ച് അല്ല, വേറെ വാച്ച്. നീ നാളെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത്രയും ദിവസത്തിലെ ഈ പടം എടുത്താലും ഇത്രയും ആക്ടേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഈക്ക ഉൾപ്പെടെ ഒരു പുതിയ ഗെറ്റപ്പില് അത്രയും ഒരു ഹാർഡ് വർക്കിലാണ് ഈ പടം നാളെ ഇറങ്ങുന്നത്. മനസ്സുകൊണ്ട് നിങ്ങളെടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. പടം ഇഷ്ടപ്പെട്ടാൽ ഇതുകൊണ്ട് ഹിറ്റാക്കി തരുമോ പ്ലീസ്? ഹിറ്റാക്കി തരാം. ഇത് ആത്മാർത്ഥമായിട്ട്. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ എന്തൊക്കെ കഷ്ടങ്ങൾ നടക്കുന്നതെന്ന് അറിയാം.
ഓരോരുത്തർ ഉള്ളിൽ നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് ഇരുന്നാലും ചില വേദനക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കലാകാർക്ക് ഉണ്ട്. പക്ഷേ ഒരു പടം വിജയിക്കുമ്പോൾ അതിലൊരു ഭാഗമാകുമ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറി ഈ വ്യവസായം, സിനിമ എന്ന് പറയുന്ന വ്യവസായം ഭയങ്കരമായിട്ട് വളരും. ഇതുകൊണ്ട് നടന്മാർ മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, ഇതിൽ 24 ക്രാഫ്റ്റ് ഉണ്ട്. പാവപ്പെട്ട കുടുംബങ്ങൾ എത്രയോ പേരുണ്ട്. ഇനി ഒരു പടം വിജയിച്ചാൽ ഇനി ഒരു 10 പടം വരും. ഇതേ അബാം പ്രൊഡ്യൂസേഴ്സ് ഇനി ഒരു 30-40 പടങ്ങൾ, വലിയ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വ്യവസായം ഇനിയും മുമ്പോട്ട് പോകണം. അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും, മീഡിയ എല്ലാവരും നെഗറ്റീവ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും നിങ്ങളോട് ഒരു സുഹൃത്തായിട്ട് കൺസിഡർ ചെയ്ത് ഈ പടം ഒന്ന് ഹിറ്റാക്കി ഇഷ്ടപ്പെട്ട. താങ്ക് യു സോ മച്ച്. വിഷ്ണു മാത്രല്ല ഇതില് ഫിറോസ് ഉണ്ട്, ഡേഞ്ചർ ഫിറോസ്. അപ്പൊ വിഷ്ണുവിനെ ഞാൻ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിൽ ചെന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആരെ കയറി വഴി തന്നെ വിഷ്ണു എന്നോട് ചോദിച്ചു, ആരാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ചോദിച്ചു അവൻ എന്റെ അടുത്ത്, അല്ലെ ആരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചാന്ന്, നിന്നെ എന്റെ അടുത്ത പടത്തിൽ ഞാൻ അഭിനയിപ്പിക്കൂടാന്ന്. അതുകൊണ്ടാണ് വിഷ്ണുവിനെ വിളിപ്പിച്ചത്. ഇപ്പൊ അവന് മനസ്സിലായി ഞാൻ ആരാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരു പടം റിലീസായി കഴിഞ്ഞാൽ ആ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ ഈ റിവ്യൂവേഴ്സ് ഒക്കെ വന്ന് റിവ്യൂ ഒക്കെ പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ അല്ല, സസ്പെൻസ് അല്ല, ആൾറെഡി വന്നിട്ടുണ്ട് ന്യൂസിൽ. ഈ പടത്തിന് മുമ്പ് തന്നെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കാണേണ്ടി വരും.